പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു സിൽക്ക് സാരിയാണ്. ആ സിൽക്ക് സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ സെൽഫായിട്ട് എംബ്രോയ്ഡറി വർക്കും വിത്ത് കട്ട് വർക്ക് ബോർഡറും കൂടിയാണ് വരുന്നത്. ഈ ബോർഡർ ഫുള്ളായിട്ട് തന്നെ താഴ്ഭാഗത്ത് വരുന്നുണ്ട്. പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ, സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്, കട്ട് വർക്ക് ബോർഡർ, സൈഡ് സ്കാലപ്പ് ചെയ്തു വന്നിരിക്കുന്നു. ഫുള്ളായിട്ടും ഇങ്ങനെ തന്നെ വരുന്നു. ഈ ഭാഗത്തും ഈ കട്ട് വർക്ക് ബോർഡറും കൂടെ വന്നിരിക്കുന്നത് ഈ ഫ്ലീറ്റിൻ്റെ ഭാഗം വരെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതിൽ സെൽഫായിട്ട് തന്നെ ഈ വർക്കും വരുന്നുണ്ട്. റേറ്റ് 1985. ഇതിൻ്റെ 9 ഷെയ്ഡുകളുണ്ട്. നമുക്കതൊന്ന് കാണാം. ഇതൊരു ചിക്കു ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന് കോൺട്രാസ്റ്റായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ. ഇതുണ്ട്, കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. ബ്ലൗസ് പീസ് ഫുൾ വർക്കായിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഫുൾ വർക്കായിട്ട് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബാക്കിയെല്ലാം ഇതിൻ്റെ കളറുകളിൽ മാത്രമാണ് കേട്ടോ മാറ്റമുള്ളൂ. ബാക്കി എല്ലാ ഡിസൈൻ എല്ലാം സെയിം തന്നെ. ഇതുണ്ട്, താഴേക്ക് ഈ വർക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സാരിയാണ്. ഇങ്ങനെയാണിത് വരുന്നത്. ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതെന്നും ഒത്തിരി മാറ്റങ്ങളില്ല. പക്ഷേ ഞാൻ കഴിയുന്നത് ഞാൻ ഇത് സൂം ചെയ്ത് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്കൊരു മാറ്റം വരാതിരിക്കാൻ വേണ്ടി. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇതിൻ്റെ വർക്കും വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസിൽ ഫുള്ളായിട്ടും വർക്കുണ്ട്. ഇതൊരു പിങ്ക് ഷെയ്ഡ്, ഒണിയൻ പിങ്കിൻ്റെക്കാളും ഒരു സ്വല്പോടെ മാറ്റമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ പല്ലു വരുന്നതുണ്ടോ, ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക്, കട്ട് വർക്ക്, അതുപോലെ ഈ സ്കാലപ്പ് ബോർഡറും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഫുള്ളായിട്ടും ആ സ്കാലപ്പ് ബോർഡർ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ഫുള്ളായിട്ടും ഉണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വിത്ത് വർക്കോട് കൂടി തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. അതുപോലെ ഇത് ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴേക്കും മുകൾ ഭാഗത്തും ഈ വർക്ക് വരുന്നുള്ളൂ. ഇവിടം വരെ മുകൾ ഭാഗത്ത് വരുന്നുള്ളൂ. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വെയ്റ്റ്ലെസ് ആണ്. റേറ്റ് 1985 ആണ്. ഇത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൻ്റെ കോൺട്രാസ്റ്റ് എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്ക് ബോർഡറും കൂടിയാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. ഇതുണ്ട്, കോൺട്രാസ്റ്റായിട്ട് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ഒരു ക്രോഷിയോ സ്റ്റിച്ചൊക്കെയാണ് ഈ എംബ്രോയ്ഡറി വർക്കിൽ വന്നിരിക്കുന്നത്. ഇതുണ്ട്, ഇതിൻ്റെ പല്ലു പോർഷൻ കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ടും നല്ല ഭംഗിയായിട്ടും ചെയ്തിരിക്കുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമുക്കിത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ വൺ പ്ലീറ്റ് ആയിട്ടും ഈ സാരി വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഫുള്ള് വരുന്നത്. കണ്ടോ, താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും ഈ വർക്ക് വരുന്നത് കണ്ടോ, ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഫുൾ വർക്കാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഫുള്ളായിട്ടും വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ സ്കാലപ്പ് വർക്കും വന്നിട്ടുണ്ട്. റേറ്റ് 1985. ഇതൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് ഈ സാരി വരുന്നത്. പക്ഷേ വീഡിയോയിൽ ഈ കളറല്ല എന്ന് തോന്നുന്നു കാണുന്നത്. ഇതുണ്ടോ, ഇതൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. ഇപ്പോൾ ഏത് കളറുകൾക്കും അനുയോജ്യമായൊരു ഷെയ്ഡും കൂടിയാണിത്. ഇതിൽ കോൺട്രാസ്റ്റ് എംബ്രോയ്ഡറി വർക്കും വിത്ത് കട്ട് വർക്ക് ബോർഡറും കൂടിയാണ്. ഇതിൻ്റെ പല്ലു പോർഷനാണ് ഈ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വർക്ക് ഫുൾ വർക്കായിട്ടാണ്. എല്ലാത്തിൻ്റെയും ബ്ലൗസ് പീസിൽ വർക്കുണ്ട്, ഫുള്ളായിട്ടുമുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ വരെ ഈ വർക്ക് വരുന്നുള്ളൂ. അത് ഞാൻ എല്ലാത്തിനും തന്നെ പറയുന്നുണ്ട്. ഏത് കളറുകാർക്കും അനുയോജ്യമായൊരു ഷെയ്ഡ് തന്നെയാണിത്. ഇതൊരു ബ്ലൂ ഷെയ്ഡിലുള്ള സാരിയാണിത്. ഇതെല്ലാം വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇതിലും കോൺട്രാസ്റ്റ് ബോർഡറും വിത്ത് കട്ട് വർക്ക് ബോർഡറും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വന്നിരിക്കുന്നത്. കണ്ടോ, പല്ലു പോർഷനിൽ നിറയെ തന്നെ ഈ വർക്കുകൾ വന്നിട്ടുണ്ട്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴും ഈ വർക്കുകൾ ഫുള്ളായിട്ടും തന്നെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴേക്കും എല്ലാ സാരികൾക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. കണ്ടോ, ഈ വർക്ക് ഫുള്ളായിട്ടും ഉണ്ട്. ഇത് കണ്ടോ, ഫുള്ളായിട്ടും തന്നെ ഈ വർക്ക് വരുന്നുണ്ട്. ഈ കുത്തുന്ന ഈ പോർഷനിൽ മാത്രമേ ഈ വർക്ക് വരുന്നില്ലാത്തതുള്ളൂ. റേറ്റ് 1985. ഇതൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ്. ഇതിലും വരുന്നത് കോൺട്രാസ്റ്റായിട്ട് എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്ക് ബോർഡറും കൂടിയാണ് വരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. ബോഡി പാർട്ട് സെയിം തന്നെ. ഇത് കണ്ടോ, ഈ വർക്ക് ഇത് ഫുള്ളായിട്ടും താഴ്ഭാഗത്ത് ഫുള്ളായിട്ടുമുണ്ട്.
മുകൾ ഭാഗത്ത് ഇത് ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ വർക്ക് കോൺട്രാസ്റ്റ് എംബ്രോയ്ഡറി വർക്ക് വിത്ത് കട്ട് വർക്ക് ബോർഡർ. പല്ല് പോർഷനിൽ ഫുള്ളായിട്ടും വർക്ക് വന്നിരിക്കുന്നു. ബോഡി പാർട്ടിലേക്ക് ഇങ്ങനെ തന്നെ ഈ വർക്കുകൾ ഫുള്ളായിട്ടുമുണ്ട്. അതുപോലെ എല്ലാ സാരിയും ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ താഴ്ഭാഗത്ത് ഈ വർക്ക് ഫുള്ളായിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അങ്ങനെ ചുളുങ്ങി പോകുന്ന മെറ്റീരിയലൊന്നും എനിക്ക് തോന്നുന്നുമില്ല. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കുകൾ വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിലും ഫുള്ളായിട്ടും വർക്കും ഉണ്ട്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സാരികൾ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്ത് കറക്റ്റായിട്ട് അയച്ചു തന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറത്താണ്.